വളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് സിബിഐ കണ്ടെത്തൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി അമ്മയെ രണ്ടാം പ്രതിയായും അച്ഛനെ മൂന്നാം പ്രതിയായുമാക്കിയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ട് എന്നാണ് നിലവിലെ സിബിഐ കണ്ടെത്തൽ. എന്തെല്ലാം കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വാളയാർ കേസിൽ കൊച്ചി സിബിഐ കോടതിയിൽ വിചാരണയ്ക്ക് മുൻപായി പ്രാരംഭവാദം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും ഇളയ കുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനുമായ വ്യക്തിയെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് സിബിഐയുടെ അഭിഭാഷകൻ ഇന്ന് വിചാരണ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സിബിഐ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതായത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കടക്കം പങ്കുണ്ടെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തി അമ്മയെയും രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് അച്ഛനെ മൂന്നാം പ്രതിയുമാക്കി സിബിഐ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രാരംഭവാദമാണ് വിചാരണയ്ക്ക് മുന്നോടിയായിട്ട് സിബിഐ കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിലടക്കം സിബിഐ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ ഒരു കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ ഈ രണ്ടാനച്ഛനും ഉണ്ട് എന്നാണ് സിബിഐ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും പ്രതി ചേർക്കണമെന്നുള്ള ഒരു ആവശ്യവും സിബിഐ വിചാരണ കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പ്രാരംഭവാദമാണ് കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വാദഗതികൾ സിബിഐ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യും. നേരത്തെ ഇത് സംബന്ധിച്ച് സിബിഐ ഈ ഒരു സംഭവത്തിൽ കുട്ടികളുടെ അമ്മയ്ക്കും രണ്ടാനച്ഛനും പങ്കുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ അടിസ്ഥാനപ്പെടുത്തി കോടതിയിൽ ചില വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെതിരെ കുട്ടികളുടെ അമ്മയും സമരസമിതി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് പ്രാരംഭമായിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന സമയത്തും സിബിഐ ഇരുവരെയും പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം വീണ്ടും ആവർത്തിച്ചത്. രോഹിണി, ശരി.